പാൽ വൃത്തിയായിട്ട് കാണിച്ചിട്ട് നിന്ന് മോങ്ങുന്നോ? എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. പൊയ്ക്കോ. മോളെന്നോട് പൊറുക്കണം. പൊറുക്കാൻ പറ്റുന്ന തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. പക്ഷെ മോളെന്നോട് പുറത്തേ പറ്റൂ. കുഞ്ഞിനെ കാണാതെ ഞങ്ങൾക്ക് എന്തുമാത്രം വിഷമിച്ചു എന്ന് ചേച്ചിക്ക് അറിയോ? അറിയാം, എനിക്കെല്ലാം അറിയാം. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ എങ്ങനെ ആയിത്തീരുന്നു വിചാരിച്ചു? കുഞ്ഞിനെ കാണാതെ പോയാ ഞങ്ങളെല്ലാം ഇവിടെ കണ്ണുടച്ച് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചോ? ചേച്ചി എന്തുദ്ദേശത്തിലാണ് ഈ നെറുകേട് കാണിച്ചത്? എന്നിട്ടൊരു കള്ളക്കഥയും കൊണ്ട് വന്നിരിക്കുന്നു. ആദ്യം പൂജയും ഉത്തരവാദിത്വം ഇല്ലാതെ കുഞ്ഞിനെ കൈകാര്യം ചെയ്തപ്പോ ചേച്ചി രക്ഷിച്ചതാണെന്ന്. ചേച്ചി എന്താ വിചാരിച്ചേ? ഈ വീട്ടിലെല്ലാവരും പൊട്ടന്മാരാണെന്നോ? ചേച്ചി പറഞ്ഞ ഇല്ല കഥ വെള്ളം ചേർക്കാതെ ഞങ്ങളെല്ലാം വിഴുങ്ങുന്നോ? ഇല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞ കഥ കള്ളമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്ത് സ്ഥാപിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇനി അടുത്ത കള്ളക്കഥ പറയാനോ? കള്ളക്കഥയല്ല, സത്യം പറയാം. കുഞ്ഞിനെ ഞാൻ മനഃപൂർവ്വം അവരുടെ അടുത്തുനിന്ന് മോട്ടിച്ചോണ്ട് വന്നതാ. അവര് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ. അത് മനസ്സിലായി. അതെന്തിനാണെന്ന് മാത്രം പറഞ്ഞാ മതി. ഒരിത്തിരി സ്നേഹത്തിന് വേണ്ടി എന്നിൽ നിന്നും അകന്നുപോയ ആമിമോളെ വീണ്ടും എന്നോട് ചേർക്കാൻ. ഈ അവഗണന എനിക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാ. അതൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാണോ വേണ്ടത്? എന്റെ പൊട്ട ബുദ്ധിയിൽ അപ്പോഴങ്ങനെ തോന്നിയേ. കാണാതെ പോയ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവരുമ്പോ മോള് വീണ്ടും എന്നെ പഴയതുപോലെ സ്നേഹിക്കുമല്ലോ എന്ന് ഒരു നിമിഷം ഞാൻ വിചാരിച്ചു പോയി. മോൾ എന്നെ തള്ളി പറഞ്ഞപ്പോ എന്റെ സമനില തെറ്റിപ്പോയി. ഭ്രാന്ത് പിടിച്ച എന്റെ മനസ്സപ്പോ എന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്യാനാ. ഈ ജന്മം മോൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ മോളെ കാല് പിടിക്കാം. ചെമ്പകശ്ശേരിയിൽ ഗോമതിയായി മരിക്കാനുള്ള കൊതി കൊണ്ടല്ല. ഈ വീട് വിട്ടു പോയാൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്ന പേടി കൊണ്ടാ. മോളെ 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 എനിക്ക് മാപ്പ് തരണം. ഗോമതി, നിന്റെ അയ്യോ അമ്മേ. ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയത് നീ കുട്ടിയെ മോഷ്ടിച്ചോണ്ട് പോയതിനല്ല. പിന്നെ കുറ്റബോധം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നീ ഇവിടെ കാല് പിടിക്കാൻ തുനിഞ്ഞതിന്. ഇവള് നിന്നെ ചേച്ചി എന്നല്ലടി വിളിക്കുന്നത്. എന്ത് ലാഭത്തിന് വേണ്ടിയായാലും നീ ഇവളുടെ കാല് പിടിച്ച് ഇവൾക്ക് ദോഷം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? അമ്മേ, നീ പേടിക്കണ്ട. നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് പോയി ശ്വാസം കിട്ടാതെ നീ മരിച്ചു പോയാലോ? എന്തായാലും നിന്നെ പെട്ടെന്ന് കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. നീ എന്താടി പറഞ്ഞേ? ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയാണ് നീ ഇതൊക്കെ കാണിച്ചതെന്ന് അല്ലേ? സ്നേഹത്തിന് വേണ്ടി ഇതാണോടി കാണിക്കുന്നത്? ഒരബദ്ധം പറ്റിപ്പോയമ്മേ. ഇതിന്റെ പേര് അബദ്ധം എന്നാ? അല്ല, നല്ല ഉള്ളിത്തരവാ. ആ, സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. എന്ത് ശിക്ഷ ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാ. നീ സന്തോഷിച്ചാലേ ഇല്ലെങ്കിൽ നിനക്ക് തരാനുള്ളത് ഞാൻ തരും. മൂക്കിക്കൊണ്ട് നിൽക്കാതെ പോയി ചായ ഇട്ടോണ്ട് വാടി. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ചായ വേണം. ഇനി ഇതിന്റെ പേരിൽ ഒരു വിധിയും വിചാരണയൊന്നും വേണ്ട. അവൾ ഇങ്ങനെയൊക്കെ ആകാൻ കാരണമേ നീയാ. ഞാനോ? സംശയം എന്താ? എടി, നീ നന്നാവണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്നായിക്കോ, പക്ഷേ അത് മറ്റുള്ളവരുടെ ചങ്കു കുത്തിപ്പറിച്ചുകൊണ്ടാവരുത്. പുതിയ വഴിയിലൂടെ നടക്കുമ്പോ കൂടെ ഉണ്ടായിരുന്നവരെ ഒപ്പം ചേർത്ത് നടക്കണം. അല്ലാതെ അവരെ പിന്നിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് തനിയെ പോകരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ആ.